കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് ബജറ്റിൽ പശ്ചാത്തല സൗകര്യ വികസനത്തിനും ഭവന നിർമ്മാണ ആരോഗ്യ ക്ഷീര മേഖലകൾക്കും മുൻഗണന. പ്രസിഡന്റ് വി പി ജോണിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ 59,54,7,137 രൂപ വരവും 59,09,14,101 രൂപ ചിലവും 44,93,036 രൂപ മിച്ചവും പ്രതീക്ഷിക്കുന്ന ബജറ്റ് വൈസ് പ്രസിഡന്റ് കുസുമ സതീഷ് അവതരിപ്പിച്ചു. 2025-26 വർഷത്തിൽ പ്രതീക്ഷിക്കുന്നതുമായ വരവുകളുടെയും ചിലവുകളുടെയും വിശദാംശങ്ങൾ ഈ ബഡ്ജറ്റിൽ കാണിച്ചിരിക്കുന്നു. നടപ്പ് വർഷവും 100% പദ്ധതി നിർവഹണം എന്ന ലക്ഷ്യത്തോടെയാണ് ബ്ലോക്ക് പഞ്ചായത്ത് മുന്നേറുന്നത്. ബ്ലോക്ക് പഞ്ചായത്തിന്റെ കഴിഞ്ഞ കാലയളവിലെ പ്രവർത്തനങ്ങൾ വിലയിരുത്തുമ്പോൾ അഭിമാനകരമായ നേട്ടങ്ങൾ എടുത്തു പറയേണ്ടതായിട്ടുണ്ട്. കേന്ദ്രാവിഷ്കൃത പദ്ധതികളും ജനകീയാസൂത്രണ പദ്ധതികളും കുറ്റമറ്റ രീതിയിലും മാതൃകാപരമായും നടപ്പാക്കാൻ ബ്ലോക്ക് പഞ്ചായത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ഭവന നിർമ്മാണ പദ്ധതിക്ക് 13.1 കോടി രൂപ വകയിരുത്തി. PMI പദ്ധതി പ്രകാരം 1760 വീടുകളുടെ നിർമ്മാണത്തിന് അനുമതിയായി. ബ്ലോക്കിന് കീഴിലുള്ള ഉപ്പുതറ വണ്ടമ്മേട് CHSകൾക്കായി 21.1 ലക്ഷം രൂപ ഉൾപ്പെടുത്തി. നിർധന രോഗികൾക്കായി 21.1 ലക്ഷത്തിന്റെ സെക്കൻഡറി പാലിയേറ്റീവ് കെയർ പദ്ധതി നടപ്പിലാക്കും. ഉപ്പുതറ CHSC ആധുനികവൽക്കരണത്തിന് 20 ലക്ഷം രൂപ, ആശുപത്രി വാർഡുകളുടെ വൈദ്യുതി കണക്ഷൻ നവീകരണത്തിന് 5 ലക്ഷവും, ഉപ്പുതറ CHSCയുടെ അറ്റകുറ്റപ്പണിക്ക് 20 ലക്ഷവും, വണ്ടമേട് CHSC ഐസൊലേഷൻ വാർഡ് സംരക്ഷണത്തിന് 15.36 ലക്ഷവും വകയിരുത്തി. ക്ഷീര കർഷകർക്ക് സബ്സിഡി ഇനത്തിൽ 20 ലക്ഷവും, വനിതാ ഘടക പദ്ധതിയിൽ ഉൾപ്പെടുത്തി വനിതാ ക്ഷീര കർഷകർക്ക് സബ്സിഡിയായി 10 ലക്ഷവും, കാലിത്തീറ്റ സബ്സിഡി ഇനത്തിൽ 13.44 ലക്ഷവും നൽകും. വനിതാ സംഘങ്ങൾക്ക് ഡ്രാഗൺ ഫ്രൂട്ട് കൃഷി ധനസഹായമായി 5 ലക്ഷവും, വനിതാ സംഘങ്ങളുടെ സ്ഥിരം കൃഷി ധനസഹായം പദ്ധതിയിൽ 15 ലക്ഷവും ഉൾപ്പെടെ ആകെ 48.4 ലക്ഷം രൂപ ഉൾപ്പെടുത്തി. കർഷക സംഘങ്ങളുടെ സ്ഥിരം കൃഷി ധനസഹായ പദ്ധതിക്ക് 11.5 ലക്ഷം വകയിരുത്തി. ഭിന്നശേഷിക്കാർക്ക് മുച്ചക്ര വാഹനം നൽകുന്ന പദ്ധതിക്കായി 19.1 ലക്ഷം രൂപ ചെലവഴിക്കും. പട്ടികജാതി വർഗ വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് 18 ലക്ഷം രൂപ സ്കോളർഷിപ്പ് നൽകും. വജ്രജൂബിലി ഫെലോഷിപ്പ് കലാകാരന്മാർക്ക് 3.6 ലക്ഷം രൂപ ധനസഹായം നൽകും. പശ്ചാത്തല മേഖലയിൽ റോഡ് നിർമ്മാണം, കോൺക്രീറ്റിംഗ്, തോട് സംരക്ഷണം, കോളനി സമഗ്ര വികസനം, സാംസ്കാരിക നിലയത്തിന് ഫർണിച്ചറുകൾ തുടങ്ങി വിവിധ പദ്ധതികൾക്കായി 1.14 കോടി രൂപ വകയിരുത്തി. കാഞ്ചിയാർ ടോയ്ലറ്റ് കോംപ്ലക്സ് നവീകരണത്തിന് 2 ലക്ഷവും, ടേക്ക് എ ബ്രേക്ക് വളകോട് ഒമേഗ പദ്ധതിക്ക് 18.26 ലക്ഷവും ഉൾപ്പെടുത്തി. 2 CHSകളിലും ഗ്രോ വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റ് സ്ഥാപിക്കുവാൻ 15 ലക്ഷം രൂപ വകയിരുത്തി. സുൽത്താനിയ SC കോളനിക്ക് 25 ലക്ഷവും, ആറേക്കർ SC കോളനിക്ക് 20 ലക്ഷവും, കീരിമുക്ക് കോളനിക്ക് 10 ലക്ഷവും, മേപ്പാറ SC കോളനിക്ക് 8 ലക്ഷവും, കല്യാണത്തണ്ട് SC കോളനിക്ക് 10 ലക്ഷവും വകയിരുത്തി. ജനറൽ പർപ്പസ് ഫണ്ട് വിഭാഗത്തിൽ 88.67 ലക്ഷവും വിനിയോഗിക്കും. തൊഴിലുറപ്പ് പദ്ധതിയിൽ 15 കോടിയും വകയിരുത്തി. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആശ ആന്റണി, ഇരട്ടയാർ പഞ്ചായത്ത് പ്രസിഡന്റ് ആനന്ദ സുനിൽകുമാർ, അയ്യപ്പൻകോവിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ജയമോൾ ജോൺസൺ, ബ്ലോക്ക് സെക്രട്ടറി ബേബി രജനി, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ, ജീവനക്കാർ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ കട്ടപ്പന.